ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ. ഈ ഇഷ്ടമൊക്കെ നിങ്ങൾ ഇന്നലെ കാണിച്ചിരുന്നെങ്കിൽ സച്ചിക്ക് ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോണ്ട ആവശ്യം വരില്ലായിരുന്നു കേട്ടാ. ഇയാളിത് നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, നിങ്ങളുടെ ഈ പ്രശ്നം മാറ്റാൻ എനിക്കറിയാം. മാധവ, ഇന്ന് എവിടെയെങ്കിലും ചിട്ടി പിരിക്കാൻ പോവാനുണ്ടോ? ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ട്. നിനക്ക് പിന്നെ തിരക്കാന്ന് വെച്ചിട്ടാ നിന്നെ ഞാൻ വിളിക്കാതിരുന്നേ. എന്താ മാധവ ഇങ്ങനെ? സന്തോഷമായിട്ട് നിങ്ങളുടെ കൂട്ടിക്കോ. എന്താ ഒരു ശുഷ്കാന്തി? എന്റെ വീട്ടിൽ പറഞ്ഞാൽ മതിയല്ലോ ഈ കള്ളക്കൂട്ടികളൊക്കെ വിശ്വസിച്ചതിന്. ആന്റി, സച്ചി താഴത്തേക്ക് കണ്ടില്ലല്ലോ. അവൻ കോളേജിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കഴിക്കുക, അവനും ഞാൻ വന്നിട്ട് ഒപ്പം കഴിച്ചോളാം. ഓ, അവനൊക്കെ കിടക്കിയെന്ന് പൊന്തിണ്ടാവും. അന്നൊക്കെ എന്റെ മോൻ 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അവൻ നീറ്റിരിക്കും. വൈകിട്ട് 5 മണിക്കാണോ? ഇവിടെ വന്നതിന് ശേഷം 7 മണിക്കല്ലാതെ അർച്ചന പോരെന്ന് പുറത്ത് വരുന്ന ഞാൻ കണ്ടിട്ടില്ല. അതാവശ്യമായിരുന്നു. ഈ ശ്രീക്കുട്ടിയുടെ ഒരു തമാശ. അല്ല ഞാൻ കാര്യത്തിലെന്ന് പറഞ്ഞതാ. അമ്മ, ഞാൻ ഇറങ്ങാട്ടോ. അയ്യോ മോനെ, ഒന്നും കഴിക്കാതെയാണോ പോണേ? എന്നാ ടിഫിൻ ബോക്സ് എങ്കിലും എടുത്തിട്ട് പോവ്. അരവിന്ദന് എന്തോ ചെറിയൊരു ആവശ്യമുണ്ട്, അതമ്മ പെട്ടെന്ന് പോണേ. ശരി, ഞാൻ പോട്ടെ. ബൈ. ഈ ചെക്കൻ സൂക്ഷിച്ചു പോണേടാ മോനെ. ആര്യക്ക് റെഡ് ചുരിദാറാ പിങ്കിനേക്കാൾ കൂടുതൽ ചേരുക. പോ സച്ചേട്ടാ, താങ്ക്സ്. എന്തിനാ താങ്ക്സ് ഒക്കെ? നമ്മളൊക്കെ എന്നും കാണണമല്ലേ. എന്താ രസാ തന്റെ ചിരി കാണാന്. കാട്ടുകോഴി രാവിലെ തന്നെ പണി തുടങ്ങിയോ? ഡാ സച്ചി, ടൈമിങ്ങിലൊക്കെ തെണ്ടി ആര് സംസാരിച്ചിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ. ശരി സച്ചേട്ടാ. ഇതൊക്കെ എങ്ങനെ സാധിക്കണ്? എനിക്കൊരു മണിയുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ സമ്മതിച്ചു. അതാണ് എൻ്റെ വിജയവും നിന്റെ പരാജയവും. വായോ, ക്യാൻറ്റീനിൽ പോയി നല്ല ചൂട് സമൂസ വെച്ചിട്ട് വരാം. ചേട്ടാ, 2 ചായ 2 സമൂസ. പൈസ വന്നു തരൂ. നീ എന്നെ കൊണ്ട് ഇവിടെ ലോൺ അടുപ്പിക്കൂ ഈ വർഷം കഴിഞ്ഞിട്ട് മുന്നേ. വിശന്നിട്ടല്ലടാ. ഈ മൂന്ത കണ്ടിട്ടൊന്നും പറയാനും തോന്നുന്നില്ലല്ലോ. കുത്തി കേറ്റ്. എന്തൊരു ഷോക്കായിരുന്നില്ല ക്ലാസ്. ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു സമാധാനം. സത്യം. കൂടാതെയുള്ള ചോദ്യം ചോദിക്കലും. ശില്പ, അവിടെ നിൽക്ക്. എന്താടോ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നേ? അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സച്ചിയുടെ വിളിച്ചപ്പോഴാണ് ഞാൻ സച്ചിയുടെ ശ്രദ്ധിച്ചേ. അതൊന്നും സാരില്ല. എന്തായാലും തന്നെ ഞാൻ നല്ല പരിചയപ്പെട്ടതല്ലേ. എന്റെ വക ചായ സമൂസയും. വാ, രണ്ടാളും ഇരിക്കേ. അയ്യോ, അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതൊന്നും വേണ്ട സച്ചിയേട്ടാ. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ഭയങ്കര സന്തോഷം. കാരണം എന്റെ പൈസ അല്ലേ പോണേ. ഈശ്വര, എന്താ നോക്കി കാണുന്നേ? കാണാൻ ഉദ്ദേശിച്ച ആളെ തന്നെ മുന്നിൽ കൊടുത്ത് തന്നല്ലോ ദൈവമേ. പിന്നെ ഇതാണ് എന്റെ ഫ്രണ്ട് അരവിന്ദ്. തന്റെ കൂടുതൽ ആളുടെ പേരെന്താ? ഹായ്, ഞാൻ ഭദ്ര. എന്നെ ലച്ചു എന്നാണ് എല്ലാരും വിളിക്കുക. ഏട്ടനെ അങ്ങനെ വിളിച്ചു. ഓ, ആയിക്കോട്ടെ. എന്നാലേ ലച്ചു അരവിന്ദിന്റെ കൂടെ ഇവിടെ ഇരിക്കി. ഞാനും ശില്പം പോയി ക്യാൻറ്റീന്ന് ചായ സമൂസയും വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, എന്നാലും മുരിഞ്ഞ സമൂസ എടുക്കണേ എനിക്ക്. എന്തേ പുറത്ത് നിൽക്കണേ? അപ്പൊ സമൂസ വാങ്ങണ്ടേ? സമൂസ വാങ്ങാം, പക്ഷെ കുറച്ചു നേരം നമുക്ക് ഇവിടെ നിക്കാം. അതെന്താ? ഈ അല്ല ഇന്നലെ പറഞ്ഞേ ഭദ്രയ്ക്ക് എന്തോ അരവിന്ദനോട് ഉണ്ടെന്ന്. അപ്പൊ അവരൊന്ന് സംസാരിക്കട്ടെ, അതുവരെ നമുക്കിവിടെ നിക്കാം. ഓ അങ്ങനെ. അനക്കുണ്ടോ അതേപോലെ വല്ല ലവും? ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. സച്ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വായ നോക്കി നടക്കുന്നല്ലാതെ സീരിയസ് ആയിട്ട് വല്ല ലവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏട്ടന്റെ പേരെന്താ? ഏതാ പേര്? ഏതാ വിഷയ പഠിക്കുന്നേ? അരവിന്ദ്, 3rd year BCom. ഇത് എന്ത് ചെയ്യാനാ പ്ലാന്? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞാൻ ഭദ്ര. ഞാൻ BA ഇംഗ്ലീഷാ പഠിക്കുന്നത്. 2nd year ആണ്. ശില്പ അതന്നെയാ പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുറത്തു പോയി ജോലി ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയ്ക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം. ഈശ്വര, മഞ്ഞമല ഒരുക്കാനില്ല ഇത്ര പാട്.